എല്ലാ മാന്യ സ്നേഹിതർക്കും സ്നേഹവന്ദനങ്ങൾ. ഇസ്രായേൽ പാലസ്തീൻ അല്ലെങ്കിൽ ഇസ്രായേൽ ഹമാസ് സംഘടനം 2ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം അമേരിക്കൻ പ്രസിഡന്റ് ഒരു 20 ദിന പദ്ധതി മുൻപോട്ട് വച്ചിരിക്കുന്നു. ഹമാസിന് യുദ്ധം അവസാനിപ്പിക്കാൻ ഒരു അവസരം ഒരുക്കിയിരിക്കുന്നു എന്നാണ് വെയ്പ്പ്. എന്നാൽ മാലോകർക്ക് എല്ലാവർക്കും ബോധ്യമാണ്, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും ചേർന്നുള്ള ഒരു ചർച്ചയ്ക്ക് പിറകിലാണ് ഇത്തരം ഒരു പ്രപ്പോസൽ വന്നിട്ടുള്ളത് എന്ന കാര്യം. എങ്കിലും അറബ് ലോകങ്ങൾ ഏറെക്കുറെ എല്ലാവരും തന്നെ ഇപ്പോൾ ഈ ഒരു കാര്യത്തിൽ അമേരിക്കയോട് സഹകരിക്കുന്നുണ്ട്. അതിനൊരുപാട് കാരണങ്ങളാണ്. ഈ പ്രശ്നങ്ങൾക്കെല്ലാം തിരികൊളുത്തിയത് ഹമാസിന്റെ 2023 ഒക്ടോബർ 7 പ്രശ്നമാണ് എന്ന് എല്ലാവർക്കും അറിയാം. 1200ഓളം പേരെ കൊന്നുകളയുകയും 200-ലധികം പേരെ ഹോസ്റ്റേജസ് ആയി പിടിച്ചുകൊണ്ടുപോവുകയും അവരെയൊക്കെ മാരകമായി പീഡിപ്പിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്തതിന്റെ ഫലമായി ഹോളോകോസ്റ്റ് പോലൊരു സംഭവമായിട്ട് ഇസ്രായേൽ ഇതിനെ കാണുകയും കൃത്യമായ തിരിച്ചടിക്ക് ഇസ്രായേൽ തയ്യാറാവുകയും ചെയ്തു. ബെഞ്ചമിൻ നെതന്യാഹു അന്നേ പറഞ്ഞിരുന്നത് ഒറ്റക്കാര്യം തന്നെയാണ്, ഹമാസിൽ ഒരൊറ്റൊരുത്തനെയും ഇനി ഭൂപരപ്പിൽ ശേഷിപ്പിക്കില്ല, എന്ത് വില കൊടുത്തും ഇതിനൊരു തീരുമാനം വരുത്തുമെന്നും ഇസ്രായേലിനൊരു സ്വൈരവികാരത്തിനും സ്വൈര ജീവിതത്തിനുമുള്ള ക്രമീകരണം ഈ ഭൂപരപ്പിൽ ഉണ്ടാക്കുമെന്നുമാണ് ബെഞ്ചമിൻ നെതന്യാഹു പ്രഖ്യാപിച്ചിരുന്നത്. അതിനോട് അനുബന്ധിച്ച് തന്നെയാണ്, അല്ലെങ്കിൽ അതിനോട് കൂറുപുലർത്തിക്കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ യുദ്ധ സംവിധാനം 2 വർഷത്തോളം അയാൾ നടത്തിയത് എന്ന കാര്യത്തിലും സംശയം വേണ്ട. അങ്ങനെയാണ് ചുറ്റുപാടുമുണ്ടായിരുന്ന എല്ലാ രാജ്യങ്ങളെയും അത് ബാധിച്ചു. ഇവർക്കുണ്ടായിരുന്ന പ്രോക്സി ഗ്രൂപ്പുകൾ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക പ്രോക്സി ഗ്രൂപ്പുകൾ എന്ന് പറയുന്നതായിരിക്കും നല്ലത്. ലെബനൻ ഉണ്ടായിരുന്ന ഹിസ്ബുള്ളയെയും യമൻ ഉണ്ടായിരുന്ന ഹൂതികളെയും പിന്നെ പലസ്തീനിൽ ഉണ്ടായിരുന്ന ഹമാസിന്റെയും ഒക്കെ നടുപടിക്കുകയും ഏറെക്കുറെ നാമാവശേഷമാക്കി തീർക്കുകയും ചെയ്ത ഒരവസ്ഥയാണ് ഇപ്പോൾ സംജാതമായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം എന്നോടൊരു ഇസ്ലാമിക സുഹൃത്ത് സംസാരിക്കുമ്പോൾ അയാൾ പറഞ്ഞത് ഇത് മതങ്ങൾ തമ്മിലുള്ള ഒരു അടിയാണ് എന്ന് പറഞ്ഞാൽ യഹൂദ മതവും ക്രൈസ്തവ മതവും ഒരുമിച്ച് നിന്നുകൊണ്ട് ഇസ്ലാമിക മതത്തെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നത് എന്ന മട്ടിന് അദ്ദേഹം വിവക്ഷിച്ച് കേട്ടപ്പോൾ എനിക്ക് പ്രയാസം തോന്നി. കാരണം ഇവിടെ ഇവരൊക്കെ കരുതുന്നത് ഇതൊരു മതപരമായ അടിയാണ് എന്നാണ്. വാസ്തവത്തിൽ ഇത് ശരിക്കും ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കും. ഇവിടെ യഹൂദൻ സ്വൈരമായി താമസിച്ചിരുന്ന ഇടത്തേക്ക് നടത്തിയ അനാവശ്യമായ ഒരു ഉപദ്രവമാണ് ഇത്രയും പ്രശ്നങ്ങൾക്ക് തിരികൊളുത്തിയത്. ഹമാസിന് അവിടെ ജീവിക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടും ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നില്ല. പാലസ്തീനികൾക്ക് അവിടെ ജീവിക്കുന്നതിന് യാതൊരു പ്രയാസവും ഉണ്ടായിരുന്നില്ല. പാലസ്തീനിലുള്ള ആൾക്കാർ ഇസ്രായേൽ മണ്ണിലേക്ക് വരികയും ജോലി ചെയ്യുകയും അതിന് കൃത്യമായ വേതനം വാങ്ങുകയും സന്തോഷത്തോടെ ജീവിക്കുകയും ചെയ്തിരുന്ന ഒരു സാഹചര്യമാണ് പാലസ്തീനിൽ ഉണ്ടായിരുന്നത്. അതിനോട് ചേർന്ന് തന്നെ അവർക്കാവശ്യമായ വൈദ്യുതി കൊടുക്കുന്നത് ഇസ്രായേലാണ്, അവർക്കാവശ്യമായ വെള്ളം കൊടുക്കുന്നത് ഇസ്രായേലാണ്, അവർക്കാവശ്യമായ ആഹാരം കൊടുക്കുന്നത് ഇസ്രായേലാണ്. അപ്പോൾ ഇതെല്ലാം വാങ്ങി ഉപയോഗിച്ചുകൊണ്ട് പാല് കൊടുത്ത കൈക്ക് കടിക്കുന്ന പരിപാടി അത് ചെയ്തത് ഹമാസ് ആണ്. ഹമാസ് ഇത് ചെയ്യുന്നതിന് കാരണം ഹമാസിന്റെ വിശ്വാസ സംവിധാനമാണെന്ന് മാലോകർക്ക് എല്ലാവർക്കും അറിയാം. ഇത് വളരെ കൃത്യമായി നമ്മൾ പഠിച്ചാൽ മനസ്സിലാകും. ഹമാസിന് അല്ലെങ്കിൽ ഹമാസ് ഉൾപ്പെട്ടു നിൽക്കുന്ന പൈശാചിക തത്വശാസ്ത്രത്തിന് ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ, ഇസ്രായേലി മണ്ണിൽ പാടില്ല എന്നുള്ളതാണ് ആ ഉദ്ദേശം. ആ ഉദ്ദേശം നടത്തിക്കൊടുക്കുവാൻ ഇസ്രായേൽ അനുവദിക്കുന്നില്ല, അല്ലെങ്കിൽ അത് സമ്മതിച്ചു കൊടുക്കാൻ ഇസ്രായേൽ തയ്യാറല്ല എന്നുള്ളതാണ് ഇസ്രായേലിന്റെ ഇതുവരെയുള്ള പ്രവർത്തന രീതിയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, ഇസ്രായേലിന്റെ ചുറ്റുപാടും കിടക്കുന്ന സകല രാഷ്ട്രങ്ങളും ഇസ്ലാമിക രാഷ്ട്രങ്ങളാണ്. അവർക്കെല്ലാവർക്കും ഇസ്രായേലിന്റെ അന്ത്യം കാണുവാൻ ആഗ്രഹവുമുണ്ട്. പക്ഷേ ആഗ്രഹം മാത്രമേ ഉള്ളൂ, അതിനുള്ള ശേഷിയില്ല, അതിനുള്ള കായിക ശേഷിയില്ല, ആയുധ ബലമില്ല, അതിനുള്ള ബുദ്ധിയുമില്ല എന്ന് പറഞ്ഞതിൽ തെറ്റില്ല. അതിന്റെ തെളിവാണ് ഇന്നിവർക്ക് തിരിച്ചടിക്കാൻ യാതൊരു ആയുധങ്ങളും ഇറാൻ അടക്കമുള്ള രാജ്യങ്ങളുടെ കയ്യിൽ ഇല്ല എന്നുള്ളത്. മുഴുവൻ രാജ്യങ്ങളെയും നശിപ്പിക്കാനാകുന്ന ആണവായുധം ഇറാൻ അടക്കമുണ്ട് എന്നൊരു ധാരണയുണ്ട്, ചിലപ്പോൾ ഉണ്ടായിരിക്കാം. അവകൾ പൊട്ടിച്ചുകൊണ്ട് ഇവരും നശിക്കുന്നതിൽ അർത്ഥമില്ലല്ലോ. ഇസ്രായേലിനെ മാത്രം നശിപ്പിക്കാൻ അവർക്ക് ഇതുവരെ കഴിയുന്നില്ല. ഇറാനിലെ പഴയ പ്രസിഡന്റുമാരെല്ലാവരും ഹസൻ റുഹാനിയും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് ഒരേ സ്വരത്തിൽ
ഇസ്രായേൽ മേഖലയിലെ അർബുദമാണെന്നും അത് തുടച്ചു മാറ്റും എന്ന് തന്നെയാണ്. അത്തരത്തിൽ തുടച്ചു മാറ്റാനുള്ള അവരെ കൊണ്ട് കഴിയുന്ന സകല ശ്രമങ്ങളും നടത്തിയിട്ടും പാളിപ്പോയൊരു സാഹചര്യമാണ് നമ്മൾ കാണുന്നത്. അതിന്റെ ഒടുവിലത്തെ വെർഷനാണ് ഒക്ടോബർ 7 തൊട്ട് ഇങ്ങോട്ട് നടന്നിരിക്കുന്ന സകല സംവിധാനങ്ങൾ. നമ്മളിപ്പോൾ ഒക്ടോബർ 5 വന്ന് നിൽക്കുകയാണ്. ഈ 2025 ഒക്ടോബർ മാസം 6-ാം തീയതി ഞായറാഴ്ച പകലിൽ തന്നെ ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടായേ തീരൂ. 72 മണിക്കൂറാണ് അമേരിക്കൻ പ്രസിഡന്റ് ഹമാസിന് കൊടുത്തിരിക്കുന്നത്. ഇതിനൊരു പരിഹാരം വന്നിരിക്കണം. വന്നില്ലെങ്കിൽ ഹമാസിനെ എന്നേക്കുമായി നശിപ്പിക്കുക എന്ന കൃത്യം ദൗത്യം ഇസ്രായേൽ നിർവഹിക്കുന്നതിനെ പിന്താങ്ങുവാൻ അമേരിക്ക കൂടെ ഉണ്ടാകുമെന്നും അമേരിക്ക കൂടി ഈ യുദ്ധത്തിൽ മുൻപിൽ ഇറങ്ങുമെന്നും അതോടുകൂടി ഗാസ തീഗോളമായി മാറും എന്നുള്ളതാണ് പ്രഖ്യാപനത്തിന്റെ സംക്ഷിപ്ത വിവരണം എന്ന് പറയുന്നത്. രണ്ടായാലും എന്ന് പറഞ്ഞാൽ അമേരിക്കൻ പ്രസിഡന്റ് മുമ്പിലോട്ട് വച്ചിരിക്കുന്ന പ്രപ്പോസൽ അംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിലും ഹമാസിന് അന്ത്യം കുറിക്കുക എന്നുള്ളതാണ് അടിസ്ഥാന ഉദ്ദേശം. അപ്പോൾ ഇതിന്റെ പുറകിൽ ഒരുപാട് ഉദ്ദേശങ്ങളുണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. ഇവിടുത്തെ ഈ യഹൂദനെ നശിപ്പിക്കുക എന്ന അജണ്ട വാസ്തവത്തിൽ ഇസ്ലാമിന് മാത്രമേ ഉള്ളൂ. യഹൂദനെ മാത്രം പോരാ, ക്രൈസ്തവനെയും അവനെ നശിപ്പിക്കണം. അതാണ് ഇവിടെ മുഖ്യ ശത്രുക്കൾ രണ്ടായി തിരിഞ്ഞിരിക്കുക തന്നെയാണ്. ഒന്ന്, ഈ യഹൂദനാണ് മെയിൻ കക്ഷി, അല്ലെങ്കിൽ ഇസ്രായേലിനെ കർത്താവ് ഒറ്റപ്പെടുത്തിയതിന്റെ ചരിത്രം എന്താണെന്ന്, കർത്താവ് എന്തുകൊണ്ട് ഇസ്രായേലിന് ഈ ഗതി വരുത്തിയിരിക്കുന്നു എന്നതിനെ കുറിച്ചൊക്കെ അവരുടെ വേദഗ്രന്ഥത്തിൽ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അവകൾ പ്രവചനമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒരിക്കലും ഇസ്രായേലിനെ അറ്റം പറ്റി നശിക്കുന്നത് വരെ വിട്ടുകൊടുക്കുകയില്ല എന്നും ഇസ്രായേലിന് ഒരു പുനരുദ്ധാനം, ഒരു മടങ്ങിവരവ്, ഒരു വീണ്ടും വരവ് ഉണ്ട് എന്നും വളരെ കൃത്യമായി പ്രവാചകന്മാരിലൂടെ യഹോവയായ ദൈവം ഇസ്രായേലിനോട് നല്ല ഉഷാറായി പറഞ്ഞിരിക്കുമ്പോൾ ആ വാക്യങ്ങളുടെ പിൻബലത്തിൽ ഇസ്രായേലിന് കൃത്യമായി ധൈര്യത്തോടെ നിൽക്കാം. കാരണം വാക്കുകൾ പറഞ്ഞത് നിസ്സാരനായ ആരുമല്ല, അത് അഖിലാണ്ടത്തിന്റെ ഉടയവനായ യഹോവയായ ദൈവമാണ്. അതിൽ ആശ്രയിച്ചാണ് ഇസ്രായേൽ നിൽക്കുന്നത്. ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നത് ക്രിസ്ത്യൻ കൺട്രിയാണ് എന്ന് നമ്മൾ അമേരിക്കയിൽ പറയുമ്പോഴും അതൊരു നാമധേയ ക്രൈസ്തവ രാജ്യമാണ്. യേശുക്രിസ്തുവിന്റെ എന്ന് പറഞ്ഞാൽ തലയാകുന്ന ക്രിസ്തുവിന്റെ ഉടലാകുന്ന ശരീരത്തിന്റെ ഭാഗമായി ട്രംപിന്റെ അമേരിക്കയും മാറിയിട്ടുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. അവിടെ ദൈവമക്കളുണ്ട് എന്നുള്ള കാര്യം സത്യം തന്നെയാണ്. ആ ദൈവമക്കൾ ഇതിലൊരു ഗ്രൂപ്പിന്റെയും കൂടെ നിൽക്കുന്നുമില്ല. ഇസ്രായേലിന്റെ കൂട്ടത്തും നിൽക്കുന്നില്ല, അമേരിക്കയുടെ കൂട്ടത്തും നിൽക്കുന്നില്ല, പിന്നെ ഇസ്ലാമിന്റെ കൂട്ടത്തും നിൽക്കുന്നില്ല. അവർ ദൈവത്തിന്റെ പക്ഷത്താണ് നിൽക്കുന്നത്. അവർക്ക് ഇവിടെ പ്രത്യേകിച്ച് റോൾ ഒന്നും തന്നെ ഇല്ല. ഈ ഭൂമി പിടിച്ചെടുക്കുക എന്നോ ഇവിടെ സ്ഥിരതാമസമാക്കുക എന്നോ ഇത്തരത്തിലുള്ള യാതൊരു പ്രോജക്റ്റും അവർക്കില്ല. എന്നാൽ അത്തരത്തിലുള്ള പ്രോജക്റ്റ് ഇവിടെ സാധാരണ അല്ലെങ്കിൽ നാമധേയ ക്രൈസ്തവർക്ക് ഉണ്ടായിരിക്കാം, യഹൂദനും ഉണ്ടായിരിക്കാം. യഹൂദന് 1000 വർഷത്തേക്ക് ഈ ഭൂമി കൊടുക്കുവാനുള്ള സാധ്യത വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ക്രൈസ്തവൻ ഈ ഭൂമിയിൽ യാതൊന്നും കർത്താവ് പറഞ്ഞിട്ടില്ല. ഒരു പുതിയ ഭൂമിയെ കുറിച്ചാണ് പറയുന്നത്. ഇസ്ലാമിന് ഈ ഭൂമിയിൽ എന്താണുള്ളതെന്ന് ചോദിച്ചാൽ അവന് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് നരകം തന്നെയാണ്. കാരണം അവൻ ക്രിസ്തുവിനെതിരെ നിന്നു എന്നുള്ളതാണ് അവന്റെ ഏറ്റവും വലിയ അപാകത എന്ന് പറയുന്നത്. ക്രിസ്തുവിനെ ദൈവപുത്രനായി അംഗീകരിക്കാത്ത, ക്രിസ്തുവിനെ ദൈവമായി അംഗീകരിക്കാത്ത എല്ലാവന്റെയും ഗതി നരകത്തിൽ തന്നെയാണെന്ന് വരികിൽ ഇസ്ലാമിന് മറ്റൊന്ന് എക്സ്പെക്ട് ചെയ്യേണ്ട യാതൊരു കാര്യവുമില്ല എന്നുള്ളതാണ് അവിടുത്തെ വസ്തുത. നിങ്ങൾ ഇതിനെ കൃത്യമായി തത്വശാസ്ത്രപരമായിട്ടായാലും ആത്മീക നിലയിലായാലും ഏത് നിലയിലായാലും നിങ്ങൾ ഇതിനെ കൃത്യമായി പരിശോധിച്ചാൽ മനസ്സിലാകും. ഇവിടുത്തെ പൊതു ശത്രു എന്ന് പറയുന്നത് ഇസ്ലാമും ഇസ്ലാമിനോട് ചേർന്നുള്ള ടീമുകളും തന്നെയാണ്. അത് നോയിങ്ലി ഓർ അൺനോയിങ്ലി നമ്മളത് അംഗീകരിച്ചേ പറ്റത്തുള്ളൂ. കാരണം അതാണ് ദേശത്തിന്റെ മൂവി ഫിലോസഫികളുടെ വ്യത്യാസവും അവിടെ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ലോകത്തെമ്പാടുമുള്ള ഇസ്ലാമിനോട് താല്പര്യമുള്ള എല്ലാ കക്ഷികളും പാലസ്തീൻ ഒരു രാഷ്ട്രമാകണമെന്നും അവിടെ മരിച്ചു വീഴുന്നവരെ കുറിച്ച് അവർ കണ്ണുനീർ തൂകുന്നത്. ഇസ്രായേലിൽ മരിച്ചു വീഴുന്നവരെ കുറിച്ച് അവർക്ക് കണ്ണുനീർ പ്രയാസവുമൊന്നുമില്ല എന്ന വസ്തുത നിങ്ങൾ തിരിച്ചറിയണം. അതിനാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരും ഇവിടുത്തെ ഇസ്ലാമിന്റെ വോട്ടിന് വേണ്ടി കരഞ്ഞുകൊണ്ട് റോഡിലൂടെ നടക്കുന്നതിന്റെ ഉദ്ദേശമൊക്കെ അതാണ് എന്ന് എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. എവിടെയും ആരും കൊല്ലപ്പെടാൻ പാടില്ല എന്നുള്ളത് നല്ല കാര്യമാണ്. അതൊരു മാനവികതയുള്ള ചിന്ത തന്നെയാണ്. പക്ഷേ ചുമ്മാതിരിക്കുന്നവന്റെ മൂക്കിന് കമ്പിട്ട് കുത്തിയിട്ട് അവന്റെ ആൾക്കാരെ കൊന്നിട്ട് ഞങ്ങളെ ആരും ഒന്നും ചെയ്യരുതേ എന്ന് പറയുന്നതിൽ എന്താണ് ന്യായമുള്ളത്? ഇസ്രായേലിൽ 1200-ഓളം പേരെ കൊന്നിട്ട് തിരിച്ചു ഒളിച്ചോടിച്ചെന്ന് സ്കൂൾ കുട്ടികളുടെ പിറകിൽ ഒളിച്ചിരിക്കുന്നത്, സ്ത്രീകൾ അടുക്കളയിൽ പണി ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ പിറകിൽ ചെന്ന് ഒളിച്ചിരിക്കുന്നത് എന്ത് യുദ്ധമെന്നാണ് പറയുന്നത്? ഇസ്രായേൽ മാത്രം ചെയ്യുന്ന ഒരു രീതിയാണ് ദേശത്താകമാനം ട്രാക്ട് വിതരണം ചെയ്യുക, എന്നിട്ട് അറിയിക്കുക ഞങ്ങളിവിടെ ബോംബ് ചെയ്യാൻ പോവുകയാണ്. ഇത് ഇസ്രായേലിന് മാത്രം ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യമാണ്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? രക്ഷപ്പെടണം എന്നുള്ളവർ മാറിക്കോണം, ഇല്ലാത്തവരവർ നശിപ്പിക്കുകയാണ്. ഇപ്പോഴും അങ്ങനെയാണ്. 72 മണിക്കൂർ കൊടുത്തിട്ട് പറഞ്ഞിരിക്കുകയാണ് ഇവിടെയുള്ള എല്ലാവരും ഒഴിഞ്ഞു പൊക്കോണം, ഹമാസ് ആയുധം വെച്ച് കീഴടങ്ങണം. ഇല്ല, ഹമാസ് എതിർക്കുവാൻ തയ്യാറാകുന്നു എങ്കിൽ, ഹമാസ് ആയുധം വെച്ച് കീഴടങ്ങുന്നില്ല എങ്കിൽ
ഈ ദേശം കത്തിക്കാൻ പോവുകയാണ്. പിന്നെയും ഓപ്ഷൻ വെച്ചു. ഹമാസിലെ ആൾക്കാർക്കടക്കം മറ്റു തര രാജ്യങ്ങളിലേക്ക്, താഴെയുള്ള ഈജിപ്തിലേക്കോ മറുകണ്ഠന്മാർ ഖത്തറിലേക്കോ ഒക്കെ യാത്ര ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് പോകാനുള്ള വഴികൾ തുറന്നിട്ടിരിക്കുകയാണ്. അപ്പോൾ കൃത്യമായും അവിടെ താമസിക്കുന്ന ജനതയ്ക്ക് എങ്ങോട്ടെങ്കിലും മാറണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ മാറാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കി വെച്ചിട്ട് തന്നെയാണ് അമേരിക്കയും ഇസ്രായേലും അടുത്ത യുദ്ധത്തിന്റെ സ്റ്റെപ്പുകളിലേക്ക് കടക്കുന്നത്. ഇതിന്റെ അന്ത്യഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ഹമാസിന് ആയുധം കീഴെ വച്ചേ പറ്റൂ എന്നൊരു സാഹചര്യത്തിലേക്ക് കഥ കൊണ്ടെത്തിക്കുകയാണ്. അപ്പോൾ ഹമാസ് ആയുധമൊന്നും കീഴെ വെച്ചിട്ടില്ലെങ്കിലും, ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതിന് 2 മണിക്കൂർ മുമ്പ് ഹമാസ് നേതാവ് ഡിക്ലെയർ ചെയ്തിരിക്കുകയാണ്, ഞങ്ങൾ ബന്ദികളായി എടുത്തിരിക്കുന്നവരെ തിരിച്ചു തന്നേക്കാം. അപ്പോൾ ഇപ്പൊ ഇനി ഇവർക്ക് കുറച്ച് പേരേ ഉള്ളൂ, 10-40 പേരെ ബന്ദികളായിട്ട് ഇവരുടെ കയ്യിലുള്ളൂ എന്നാണ് മനസ്സിലാക്കുന്നത്. അതിൽ 20ഓളം ശവശരീരങ്ങളാണ്, ബാക്കി 20ഓളം പേര് മാത്രമേ കൊടുക്കാൻ. ഇസ്രായേൽ പക്ഷെ തിരിച്ചു കൊടുക്കുവാനുള്ളത് 1000-ലധികം പേരാണ്. 2000 ആണെന്ന് എന്റെ വിശ്വാസം. 2000-ഓളം പേരാണ് തിരിച്ചു കൊടുക്കുവാനുള്ളത്. നിങ്ങൾ അറിയണം, പണ്ടൊരിക്കൽ ഇതുപോലെയുള്ള ഒരു സെറ്റിൽമെന്റ് ചർച്ചയിൽ യഹ്യ സിൻവർ അടക്കമുള്ളവരെ ഇസ്രായേലിന്റെ കാരാഗ്രഹങ്ങളിൽ നിന്ന് തുറന്നിട്ട് കൊടുത്ത ഒരു ചരിത്രം ഇസ്രായേലിന് പറയാനുണ്ട്. അങ്ങനെ തുറന്നിട്ട് കൊടുത്തവരാണ് പിൽക്കാലത്ത് ഭീകരരായി മടങ്ങി വന്ന് ഇസ്രായേലിനെ ഉപദ്രവിച്ചത് എന്നതും ഗൗരവമായ ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഇപ്പോൾ 20 മനുഷ്യരെ തിരിച്ചു കിട്ടുമ്പോൾ 2000 പേരെ തിരിച്ചു കൊടുക്കേണ്ടി വരികയാണ് ഇസ്രായേലിന്. അതിൽ കുറെ പേരെ ബന്ദികളായി പിടിച്ചുകൊണ്ടുവന്നവരാണ്, ബാക്കി കുറെ പേർ യുദ്ധ തടവുകാരാണ്, കാരാഗ്രഹത്തിൽ കഴിയുന്നവരാണ്. അപ്പോൾ ഇവരെ മുഴുവൻ പേരെയും തിരിച്ചു വിട്ടുകൊടുക്കുക എന്നുള്ളൊരു അത്യാവശ്യം ഇസ്രായേലിന്റെ മേൽ വരികയാണ്. എങ്കിലും ഇസ്രായേൽ അത് ചെയ്യാൻ തയ്യാറാണ്. ഇവിടം കൊണ്ട് ഹമാസ് അവസാനിക്കുമോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും അവസാനിക്കില്ല. ഇന്ത്യയിലെ PFI മറ്റുതര രൂപങ്ങളായി മാറി നിൽക്കുന്നത് പോലെ ഹമാസും മറ്റുതര രൂപങ്ങളായി മാറി നിൽക്കും എന്നതിന് സംശയം വേണ്ട. എങ്ങോട്ടാണ് ഇത് പോകാൻ പോകുന്നത്? വിശുദ്ധ ബൈബിളിൽ ഗസ നിർജ്ജനമാകും എന്നൊരു പരാമർശമുണ്ട്. അത് മറ്റൊരു കാലഘട്ടത്തെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ പോലും ഇക്കാലഘട്ടത്തിലും അതിന് പ്രസക്തി വർദ്ധിക്കുകയാണ്. ഹമാസ് നിർജ്ജനമാകുമോ എന്ന് ചോദിച്ചാൽ ഹമാസ് എന്ന പാർട്ടി നിർജ്ജനമാകാൻ യാതൊരു സാധ്യതയുമില്ല. അതിൽ എണ്ണം കൂടാനാണ് സാധ്യത. അതുപോലെ ഗസ നിർജ്ജനമാകുമോ എന്ന് ചോദിച്ചാൽ ഗസ നിർജ്ജനമായാൽ അമേരിക്കയും നിർജ്ജനമാകും എന്നതിന് സംശയം വേണ്ട. അത്തരത്തിലൊരു യുദ്ധ സംവിധാനത്തിലേക്കാണ് കഥ പോകുന്നത്. ഇവിടെയാണ് വിശുദ്ധ വേദപുസ്തകത്തിന്റെ പ്രത്യേകത ശ്രേഷ്ഠമായി വരുന്നത്. ഇസ്രായേലിനെ അമേരിക്ക പിന്താങ്ങുമെന്നും അമേരിക്ക ഇസ്രായേലിനെ പിന്താങ്ങുന്നത് കൊണ്ട് തന്നെ അമേരിക്കയ്ക്ക് ഭാരമായി മുറിവേൽക്കുമെന്നും സെഖര്യ പ്രവചനം 12-ാം അധ്യായത്തിലും യെഹെസ്കേൽ പ്രവചനം 38-39 അധ്യായങ്ങളിലും വിശദീകരിച്ചുറപ്പിച്ചു വെക്കുകയാണ്. ഇവകൾ പറഞ്ഞു വെച്ചിട്ട് ഇന്നേക്ക് 2400 കൊല്ലമായി എന്ന് നിങ്ങൾ അറിയണം. 24 നൂറ്റാണ്ടുകൾക്ക് മുമ്പിൽ, 2.5 സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞുറപ്പിച്ചു വച്ചിരുന്ന കാര്യങ്ങൾ ഇപ്പോൾ വളരെ കൃത്യമായി സംഭവിച്ചു വരുന്നു എങ്കിൽ അതിന്റെ അർത്ഥം നാട്ടിൽ ചിലരുടെയെങ്കിലും കയ്യിലിരിക്കുന്ന കിതാബുകളെക്കാൾ വളരെയധികം പ്രസക്തമായതാണ് വിശുദ്ധ വേദപുസ്തകം എന്ന് തന്നെയാണ്. അപ്പോൾ ഏറെക്കുറെ ഗ്രൗണ്ട് തയ്യാറായിരിക്കുകയാണ്. അമേരിക്കയും ഇസ്രായേലും ഒരുമിച്ച് നിന്നുകൊണ്ട് ലോകരാഷ്ട്രങ്ങളെ ഒറ്റയ്ക്ക് നിർത്തുന്ന അല്ലെങ്കിൽ മറുകണ്ഠം നിർത്തുന്ന ഒരു സംവിധാനത്തിലേക്ക് കഥ എത്തി നിൽക്കുകയാണ്. എല്ലാവർക്കും ഇപ്പോൾ ഇത് മനസ്സിലായി. അമേരിക്ക വല്യേട്ടൻ കളിക്കുകയാണ്, ഇതൊരു ബിസിനസ് തന്ത്രമാണെന്നൊക്കെയാണ് പറയുന്നത്. അത് അതിന്റെ വഴിക്ക് പറഞ്ഞോട്ടെ, നമുക്ക് വിഷയമുള്ള കാര്യമല്ല. ഏതായാലും ഗസ നിർജ്ജനമാകുമെന്ന് ഉറപ്പാണ്. എന്ന് പറഞ്ഞാൽ ഹമാസ് കീഴടങ്ങിയാലും അവിടെ നിർജ്ജനമാക്കും, കീഴടങ്ങിയില്ലെങ്കിൽ ബോംബിട്ട് നിർജ്ജനമാക്കും. 2000 നിർജ്ജനമാക്കും എന്നത് ഉറപ്പാണ്. അതിന് മറുപടിയായി ഇസ്ലാമിക രാഷ്ട്രങ്ങൾ ചേർന്ന് അമേരിക്കയെ നിർജ്ജനമാക്കും. ഇന്നും നാളെയും അല്ലെങ്കിലും മറ്റന്നാൾ അത് സംഭവിക്കും, സംശയം വേണ്ട. അതിനു മുന്നോടിയാണ് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ അറബ് ഉച്ചകോടി കണ്ടു. അറേബ്യൻ രാജ്യങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഒരു ഉച്ചകോടി. ആ കോടിയിൽ തുർക്കി രാജ്യത്തിന്റെ മേധാവി പറഞ്ഞത് ഇങ്ങനെയാണ്: നമ്മൾ ന്യായം പറഞ്ഞുകൊണ്ടിരുന്നാൽ പോരാ, നമ്മൾ സെൽഫ് എക്സിസ്റ്റഡ് ആകണം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇത്രയും സമ്പത്ത് അറബ് രാജ്യങ്ങൾക്കുണ്ട് എന്ന് വരികിലും ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചേഴ്സ് അവർക്കുണ്ട് എന്ന് വരികിലും അവർക്ക് യുദ്ധ സംവിധാനങ്ങളില്ല, അവർക്ക് ആയുധ ശേഖരമില്ല, അവർക്ക് ആവശ്യത്തിന് പട്ടാളമില്ല, സ്വന്തമായി യുദ്ധം ചെയ്യേണ്ടുന്ന സംവിധാനങ്ങൾ ഇവർക്കില്ല. ഇവകളെല്ലാം ഇവർ അമേരിക്കയ്ക്ക് അടിയറ വച്ചിരിക്കുകയാണ്. അപ്പൊ അമേരിക്ക അവരുടെ നിയന്ത്രണത്തിൽ നിന്നുകൊണ്ട് ഇവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുകയും ആയുധം കൊടുക്കുകയും മറ്റു തര ക്രമീകരണങ്ങൾ കൊടുക്കുകയും ഒക്കെ ചെയ്തു വരുന്നത് ഇപ്പോൾ അറബികൾക്ക് ഒരല്പം ബുദ്ധി വച്ചു തുടങ്ങി. അപ്പോൾ ഇനി ഇവർ ചെയ്യാൻ ശ്രമിക്കുന്നത് ഇവർ തന്നെ ശക്തി ആർജിക്കാൻ ശ്രമിക്കുകയാണ്. അതിന് എത്ര കാലമെടുക്കുമെന്നൊന്നും എനിക്കറിയില്ല. ഇന്ന് ഹമാസ് ഒറ്റയ്ക്ക് നിന്ന് അടിച്ചപ്പോൾ ഇസ്രായേലിന് 2 കൊല്ലം അടിച്ചു നിന്നു എന്നേ ഉള്ളൂ. അങ്ങ് അടിച്ച് തരിപ്പണമാക്കിയതൊന്നും പറയാനില്ല. ജയിച്ചില്ലെന്നേ ഉള്ളൂ. ഹമാസ് പിടിച്ചു നിന്നു എന്നുള്ളത് ശരിയാണ്. ഹൂതികളും ഹിസ്ബുള്ളയും ഒക്കെ തകർന്നുപോയി എന്നത് ശരിയാണ്. പക്ഷേ ഈജിപ്റ്റ് തൊട്ട് ആഫ്രിക്കൻ കൺട്രീസും
മുകളിൽ കയറി സിറിയ, ലെബനോൻ തുടങ്ങി മുകളിൽ കയറിയുള്ള യൂറോപ്യൻ കൺട്രീസും പാകിസ്ഥാൻ വരെയുള്ള കുറച്ചുകൂടി ഇപ്പുറത്തേക്ക് മാറി റഷ്യ, ചൈന, ഇന്ത്യ ഒക്കെ ചേർന്ന് ഒരുമിച്ച് നിന്നുകൊണ്ട് ഇവരുടെ ശക്തി വർദ്ധിപ്പിച്ചെടുത്താൽ അമേരിക്കയുടെ ശക്തിയെ വെല്ലാൻ ഇവർക്ക് കഴിയുമെന്നതിന് സംശയം വേണ്ട. അതുകൊണ്ട് റഷ്യ ഒരു വൻശക്തിയാകാൻ ശ്രമിച്ചുകൊണ്ട് നിൽക്കുന്നു. അതിനവന് സപ്പോർട്ടില്ലാതെ പോകുന്നത് ഇപ്പറഞ്ഞ മധ്യേഷ്യയിലെ രാജ്യങ്ങളാണ്. അപ്പൊ ഇവരൊക്കെ കൂടെ ഈ ഒരു ഘട്ടത്തിൽ ചൈനയുമായി ചേർന്ന് നിൽക്കുന്നു എന്ന് നമുക്കറിയാം. ചൈനയുമായും റഷ്യയുമായും ഇന്ത്യയുമായി ചേർന്ന് നിൽക്കുകയും ഇവർ ബലാബലം രണ്ട് ചേരികളായി തിരിഞ്ഞു നിൽക്കുകയും ചെയ്താൽ മധ്യേഷ്യയിൽ ഇസ്രായേൽ ഒറ്റപ്പെടും. ഇസ്രായേൽ ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യം വന്നാൽ അമേരിക്കയെ എതിർക്കാനുള്ള ശേഷി റഷ്യയുടെ നേതൃത്വത്തിൽ ഈ ഇസ്ലാമിക രാജ്യങ്ങൾക്ക് കൈവന്നാൽ നിശ്ചയമായും അത് അമേരിക്കയുടെ നട്ടലിനെ തകർക്കുമെന്നതിന് സംശയം വേണ്ട. ഇന്നിപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് അമേരിക്കയിൽ നിന്ന് ആൾക്കാരെ ഓടിക്കാൻ ശ്രമിക്കുകയാണ്. ഇനി ഒരുത്തനും അമേരിക്കയിൽ പോകാൻ താല്പര്യപ്പെടാത്തൊരു കാലം താമസിയാതെ വന്നെത്തും. ഞാൻ പറഞ്ഞു വരുന്നതിന്റെ സാരം നിങ്ങൾ തിരിച്ചറിയണം. ഇസ്രായേൽ ഒറ്റപ്പെടുന്ന കാലം വരും. ഇപ്പോൾ തൽക്കാലത്തേക്ക് അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഗസ നിർജ്ജനമാക്കി അവിടെ അവരെ ടൂറിസ്റ്റ് ഹോമോ, അവിടെ വിനോദസഞ്ചാര കേന്ദ്രമോ എന്തൊക്കെ ചെയ്യാൻ പോകുന്നു എന്നാണ് അറിവ്. ഇത് ചെയ്തെടുത്താൽ നിശ്ചയമായും ഇത് ഇസ്ലാമിന്റെ നെഞ്ചത്തെ അടങ്ങാത്ത തീ കത്തിക്കലാകും. ഇപ്പോൾ നടത്തിക്കൊണ്ടിരുന്ന ഈ അടികളുടെ എല്ലാം പ്രഖരം എല്ലാവർക്കും ഏറ്റിട്ടുണ്ട്. എല്ലാ ഇസ്ലാമിക രാജ്യങ്ങളും മുറിവേറ്റിട്ടുണ്ട്. ഇവർ താമസിയാതെ ഒരുമിച്ച് കൂടി ശക്തിയായി മാറും. റഷ്യ ഇവർ പിന്തുണയ്ക്കും. ഇത് മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ തീ കത്തിക്കലായി മാറുമെന്നതിന് സംശയം വേണ്ട. ആ രീതിയിൽ ഇത് രണ്ടായി മാറി വരികയാണ്. ഇവിടെയാണ് നമ്മൾ കാര്യങ്ങളുടെ പ്രത്യേകത തിരിച്ചറിയേണ്ടത്. കർത്താവായ യേശുക്രിസ്തുവിന്റെ രഹസ്യവരവ് കഴിഞ്ഞാൽ ഉടനെ നടക്കാനിരിക്കുന്ന യുദ്ധത്തിന് വേണ്ടി ഇരു രാജ്യങ്ങളും ബലാബലം ശക്തി കൂട്ടുന്ന അവസാന ലാപ്പിൽ നമ്മൾ എത്തിയിരിക്കുന്നു എന്ന് വേണം ഗ്രഹിക്കാൻ. കാര്യങ്ങൾ വളരെ കൃത്യമായി വിശുദ്ധ വേദപുസ്തകം പറയുന്നത് അതുപോലെ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നതിൽ സന്തോഷമുണ്ട്. ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ടുന്ന ഗൗരവമായ ഒരു കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. ഗസയെ തകർക്കുവാനും തിരിച്ചുപിടിക്കുവാനും ഒക്കെ അമേരിക്കയും ഇസ്രായേലും ശ്രമിക്കുന്നു. അവരത് ചെയ്തു കൊള്ളട്ടെ. അതിനെ ഇന്നല്ലെങ്കിൽ നാളെ മടക്കി പിടിക്കുവാൻ ഇസ്മായേലും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒറിജിനൽ ദൈവമക്കൾക്ക് ഈ ഭൂമിയിൽ എവിടെയും പിടിച്ചെടുക്കുവാനുമില്ല, ആരുടെ കൂടെ നിൽക്കാനുമില്ല. നമ്മളോട് കർത്താവ് പറഞ്ഞിരിക്കുന്നത് വിട്ടുപോരുവിൻ, വിട്ടുപോരുവിൻ, അശുദ്ധമായതൊന്നും തുടരുത് എന്നുള്ളതാണ്. നമുക്ക് മാറി നിൽക്കുവാൻ തയ്യാറാകാം, ഒറ്റയ്ക്ക് നിൽക്കുവാൻ തയ്യാറാകാം, കർത്താവിനോട് ചേർന്ന് നിൽക്കുവാൻ തയ്യാറാകാം. നമ്മുടെ കർത്താവ് വന്നു കഴിഞ്ഞാൽ വിശുദ്ധ വചനപ്രകാരം ലോകത്തോട് വേർപെട്ട് മാനസാന്തരപ്പെട്ട് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച് വിശുദ്ധ വചനപ്രകാരം ജീവിക്കുന്ന ദൈവമക്കളെ ചേർക്കുവാൻ കർത്താവ് വരുവാൻ പോവുകയാണ്. കർത്താവ് വന്ന് സഭയെ ചേർത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഇസ്രായേലും അമേരിക്കയും ഒരുമിച്ച് നിന്ന് ലോകരാഷ്ട്രങ്ങളോട് അടികൂടും. ആ അടിയുടെ പകുതിയിലെത്തുമ്പോൾ ഇസ്രായേലിനെ ഒറ്റയ്ക്ക് വിട്ടേച്ച് അമേരിക്കയും ബ്രിട്ടനും സഖ്യകക്ഷികളും എല്ലാവരും എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ മിച്ചം കിടക്കുന്ന ക്രൈസ്തവരെല്ലാവരും അവർ ഇസ്ലാമിന്റെ കൂടെ ഒരുമിച്ച് കൂടും. എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ വരവിൽ എടുത്തുകൊള്ളപ്പെടാത്ത സകല ക്രൈസ്തവനും അവൻ ഇസ്ലാമിനെ പോലെ തന്നെയാണ്. മറ്റിതര മതങ്ങളോടുകൂടെ ചേർന്ന് ജീവിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നിർമ്മല സുവിശേഷം സ്വീകരിക്കാത്ത വചനപ്രകാരമുള്ള വിശുദ്ധി സൂക്ഷിക്കാത്ത സകല ജനവും ഇസ്ലാമിൽ നിന്ന് ഒട്ടും വ്യത്യസ്തമുള്ളതല്ല എന്ന വസ്തുത നമ്മൾ തിരിച്ചറിഞ്ഞിരിക്കണം. ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ ഒരുമിക്കുകയും ഇസ്രായേൽ ഒറ്റപ്പെടുകയും ചെയ്യും. അന്നാണ് ഇസ്രായേലിനെ സ്വീകരിക്കാൻ, ഇസ്രായേലിനെ ശുദ്ധീകരിക്കാൻ യഹോവയായ ദൈവം തന്റെ പുത്രനെ ഭൂമിയിലേക്ക് പറഞ്ഞുവിടുന്നത് ഒലിവുമലയിലേക്ക്. അതാണ് സെഖര്യാ പ്രവചനം 14-ാം അധ്യായം 4 മുതൽ താഴോട്ട് പറയുന്ന വിശദീകരണം. പഴയ നിയമത്തിൽ യഹോവയായ ദൈവമാണ് വരാൻ പോകുന്നത് എന്ന് പറയുന്നുണ്ടെങ്കിലും പുതിയ നിയമത്തിൽ വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം 11 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ വരാനിരിക്കുന്നത് യേശുക്രിസ്തുവാണ് എന്ന വസ്തുത വളരെ വ്യക്തമാണ്. കാര്യം ശരിക്കും മനസ്സിലാക്കുക. ഈ യുദ്ധങ്ങൾക്കും ബഹളങ്ങൾക്കും കോലാഹലങ്ങൾക്കിടയിൽ കർത്താവായ യേശുവിന്റെ രഹസ്യവരവ് സംഭവിക്കുകയും തനിക്കായി കാത്തിരിക്കുന്ന വിശുദ്ധന്മാർ ഇവിടെ നിന്ന് പോവുകയും മിച്ചമുള്ള ക്രൈസ്തവരും യഹൂദന്മാരും ഇസ്ലാമും ദൈവമില്ലാത്തവരും മറ്റുതര മതക്കാരും എല്ലാവരും ഇവിടെ ഉണ്ടാവുകയും ചെയ്യും. അടുത്ത് നടക്കുന്നത് എല്ലാവരും ഒരുമിക്കുകയും അമേരിക്ക, ബ്രിട്ടൻ സഖ്യകക്ഷികൾ ഇസ്രായേലുമായി ഒരുമിച്ച് നിൽക്കും. എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ എന്ന ദൈവത്തിന്റെ സ്വന്തം ജനവും കൈവിടപ്പെട്ട കാന്താ വിഭാഗമായ നാമധേയ ക്രൈസ്തവരും ഒരുമിച്ച് നിൽക്കും. ഒരു റൗണ്ട് അടി കഴിയുമ്പോൾ, 3.5 കൊല്ലത്തെ അടി കഴിയുമ്പോൾ ഇസ്രായേൽ ഒറ്റപ്പെടുകയും അമേരിക്കയും ബ്രിട്ടനും സഖ്യകക്ഷികളും ഒരുമിച്ച് ഇസ്മായിലിന്റെ കൂടെ, ഇസ്ലാമിന്റെ കൂടെ, മറ്റുതര മതങ്ങളുടെ കൂടെ ഒരുമിക്കുകയും ചെയ്യും. അന്നാണ് കർത്താവ് ഇസ്രായേലിന്റെ മേൽ യാചനയുടെയും കൃപയുടെയും ആത്മാവിനെ പകരുന്നത്.
ഗോത്രം ഗോത്രമായി, കുലം കുലമായി, സ്ത്രീജനം വേറെ, കുട്ടികൾ വേറെ മാറിയിരുന്ന് നിലവിളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. കർത്താവായ യേശു ക്രിസ്തു അന്ന് ഒലിവുമലയിൽ ഇറങ്ങി വരികയും ഇസ്രായേലിനെ ചേർത്തുകൊള്ളുകയും മറ്റ് ജാതികളെ ന്യായം വിധിക്കുകയും ചെയ്യും. അമ്മാതിരി ഒരു സംവിധാനമാണ് കർത്താവ് ലോകത്തിന് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത് എന്ന് പഴയ നിയമത്തിൽ വ്യാഖ്യാനിച്ചിട്ടുണ്ടായിരുന്നു. പുതിയ നിയമത്തിലേക്ക് എത്തുമ്പോൾ AD 96 യോഹന്നാൻ അപ്പോസ്തലന് പത്മോസ് ദ്വീപിൽ വെച്ച് കർത്താവ് വെളിപ്പെടുത്തി കൊടുത്തിരിക്കുന്ന വെളിപ്പാടനുസരിച്ച് വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം 11 മുതൽ താഴോട്ടുള്ള വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന സംഭവങ്ങൾ നടക്കുന്നതിലേക്ക് വേണ്ടി ലോകരാഷ്ട്രങ്ങൾ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു എന്ന വസ്തുത നമ്മൾ തിരിച്ചറിയണം. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിൽ ഇവിടെ കയറി വരിക എന്ന് പറഞ്ഞ് സഭയുടെ പ്രതിനിധിയായി യോഹന്നാനെ സ്വർഗത്തിലേക്ക് കടത്തിക്കൊണ്ടുപോയിട്ട് മേലാൽ സംഭവിക്കാനുള്ള സംഭവങ്ങൾ കാണിച്ചു കൊടുക്കുന്ന ആ സംവിധാനമാണ് വെളിപ്പാട് പുസ്തകത്തിൽ കിടക്കുന്നത്. അവകൾ സംഭവിക്കുവാൻ ആരംഭിച്ചിരിക്കുന്നു. കർത്താവ് സഭയെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് ഈ ഭൂമിയിൽ നടക്കേണ്ട സകല സംവിധാനങ്ങളും ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാര്യങ്ങൾ കൃത്യമായി പഠിക്കുക, കൃത്യമായി മനസ്സിലാക്കുക, ബുദ്ധി ഉപയോഗിക്കുക. വചനം ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: ഞാൻ നിങ്ങളെ ചെന്നായ്ക്കട നടുവിൽ കുഞ്ഞാടിനെ പോലെ വിടുകയാണ്. നിങ്ങൾ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ നിഷ്കളങ്കരുമായിരിക്കണം. പാമ്പിനെ പോലെ ബുദ്ധിയും പ്രാവിനെ പോലെ നിഷ്കളങ്കതയോടെയും ജീവിച്ച് ഈ ലോകത്തിൽ നമുക്ക് നിത്യതയ്ക്കൊരുങ്ങാം. ഈ ലോകം നശിക്കുവാൻ പോകുന്നു. ഒരു സമാധാന സന്ധികൾക്കും ഈ ലോകത്തെ രക്ഷിക്കാനാവില്ല. ഗസ നിർജ്ജനമാകും, അതുപോലെ അമേരിക്കയും നിർജ്ജനമാകും. അക്കാലം നമ്മൾ ഇവിടെ കിടക്കാതെ അക്കരെ നാട്ടിൽ പോകേണ്ടതിന് നമുക്ക് വേണ്ടി കർത്താവ് ഒരുക്കിയിരിക്കുന്ന നിത്യരക്ഷ പ്രാപിച്ച് അക്കരയ്ക്ക് പോകാൻ നമുക്കൊരുങ്ങാം. മേ ഗോഡ് ബ്ലെസ് എവരിബഡി.